SFI നിരോധിക്കണം ഞാൻ പറഞ്ഞു. Sir, Students Federation of India in Kerala should be banned like a terrorist organization. സിദ്ധാർത്ഥിന്റെ മരണമടക്കം വരുമ്പോൾ തെളിയിക്കുന്നത് എന്താ? SFI നിരോധിക്കണം എന്ന് തന്നെയല്ലേ? പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു പ്രവർത്തനവും കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടാവില്ല. കേരളത്തിൽ 14 ജില്ലകളിൽ 6 ജില്ലകൾ വൾണറബിൾ ഡിസ്ട്രിക്ട്സ് ആണെന്നുള്ളൊരു ഒരു സ്റ്റഡി റിപ്പോർട്ടുണ്ട്. അതിൽ കൊച്ചിയുമാണ്. ഞാൻ മയക്കുമരുന്ന് ഒരു വലിയ ക്യാമ്പയിൻ ആക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ്. ഡ്രഗ് അബ്യൂസ്, സിന്തറ്റിക് ഡ്രഗ്സ്, മോഡേൺ സിന്തറ്റിക് ഡ്രഗ്സ് സുലഭമായി ലഭിക്കുന്ന ഒരു പ്രദേശമായി കൊച്ചി മാറിയിരിക്കുകയാണ്. സ്റ്റാറ്റസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, ദേശീയ പദവി നഷ്ടപ്പെടാതിരിക്കാനുള്ളൊരു തത്രപ്പാട് മാത്രമാണ് CPM ഈ ഇലക്ഷൻ. ഈ രണ്ടാം പിണറായി സർക്കാർ ജനങ്ങൾക്ക് പറ്റിയൊരു വലിയ അബദ്ധമാണെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. CPIM BJP കേരളത്തിൽ വളരെ ശക്തമായ ഒരു അന്തർധാരയുണ്ട്. ഞങ്ങൾ വർഗീയതക്കെതിരെ, BJPക്കെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാടാണ് സ്വീകരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അവർ കൃത്യമായി പ്രതികരിക്കും. ലോക്സഭാ ഇലക്ഷൻ ഏത് സമയത്തും പ്രഖ്യാപിക്കാം. ഇപ്പോൾ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരിക്കുകയാണ് 3 മുന്നണികളും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീറ്റാണ് എറണാകുളം. കോൺഗ്രസിൻ്റെ ഗ്ലാമർ ബോയ് എന്ന് പറയുന്ന ഹൈബിഡനാണ് നമ്മളോടൊപ്പം. നമസ്കാരം. ഗ്ലാമർ ബോയ് എന്ന് പറയുന്നത് 100% ജനങ്ങൾ അംഗീകരിക്കുന്നൊരു പേരാണ്. എന്താണ് ഈ മണ്ഡലത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ? ഇത് UDFന് കോൺഗ്രസ്സിന് വ്യക്തമായ മേൽക്കൈയുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. പരമ്പരാഗതമായി UDFും കോൺഗ്രസും നടത്തിയിട്ടുള്ള വികസന പദ്ധതികൾ ഞങ്ങളെപ്പോഴും ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഇന്നിൻ്റെ രാഷ്ട്രീയം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യണമെന്നാണ് ഞങ്ങൾ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഒന്ന്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തലും അവർക്കെതിരെയുള്ള ഒരു വികാരം പ്രകടിപ്പിക്കാനുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ജനങ്ങൾക്കുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോൾ ഏറ്റവും അടുത്ത് വന്ന പൗരത്വ ഭേദഗതി നിയമത്തിലുള്ള പുതിയ ഓർഡറും രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടിയിട്ടുള്ള മോദി സർക്കാരിൻ്റെ ഒരു തീരുമാനമാണ്. അപ്പോൾ ഇതെല്ലാം എന്തുകൊണ്ട് കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായിരുന്നില്ല? വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങൾ വിഭജിക്കപ്പെട്ടിരുന്നില്ല. അത് വളരെ ഗൗരവമേറിയൊരു ചിന്തയാണ്. മണിപ്പൂർ നമ്മുടെ മുമ്പിലുണ്ട്, ഒട്ടനവധി രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ ഞാനൊരു സിറ്റിംഗ് MP എന്നുള്ള രീതിയിൽ എൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷം ഞാൻ എന്താണ് ഈ മണ്ഡലത്തിന് വേണ്ടി ചെയ്തത്, കേരളത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്നൊരു നഗരം എന്താണ്, MP എന്നുള്ള രീതിയിൽ എൻ്റെ കോൺട്രിബ്യൂഷൻ, ഞാൻ MP ഫണ്ട്സ് എങ്ങനെ ചിലവഴിച്ചു, പാർലമെൻറ്റിൽ എൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു, ഞാൻ പാർലമെൻറ്റിൽ മുണ്ട് കുത്താനെങ്കിലും എഴുന്നേറ്റോ, അല്ലെങ്കിൽ പാർലമെൻറ്റിൽ വൈറ്റൽ ഇഷ്യൂസ് പ്രസംഗിച്ചോ. ഇപ്പോൾ ഒരു ക്ലിക്കിൽ നമ്മൾക്കിതെല്ലാം അറിയാൻ പറ്റും. എത്ര അറ്റൻഡൻസ് ഉണ്ട്, എത്ര ഡിബേറ്റ്സിൽ പങ്കെടുത്തു, എത്ര സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ചു. എൻ്റെ പ്രസംഗങ്ങൾ YouTube ചാനലിൽ നമ്മൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട മണ്ഡലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും കോൺഗ്രസിനെ പ്രതിദാനം ചെയ്ത് ആംഗ്ലോ ഇന്ത്യൻ റിസർവേഷൻ റദ്ദ് ചെയ്യുന്നതടക്കമുള്ള പ്രധാനപ്പെട്ട ബില്ലുകളിൽ സംസാരിക്കാനുമെല്ലാം പാർട്ടി അവസരം നൽകി. അപ്പം അതെല്ലാം ജനങ്ങൾ വിലയിരുത്തി വോട്ട് ചെയ്താൽ മതി എന്നുള്ള ഒരു അഭിപ്രായക്കാരുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ജനങ്ങളെ സമീപിക്കുന്നത്. അതായത് ഇവിടെ ഇപ്പം 2 സ്ഥാനാർത്ഥികളെയാണ് പ്രധാനമായിട്ടും പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒന്ന് LDFൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, അതേപോലെ 2020 സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു. BJP സ്ഥാനാർത്ഥി വന്നിട്ടില്ല. ഈ സന്ദർഭത്തിൽ LDF പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം, ഹൈബി ഈഡനെ കഴിഞ്ഞ 5 വർഷം എവിടെ പോയി എന്നുള്ളതാണ്. മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് ഹൈബി ഈഡൻ? അല്ല, ഞാൻ പറഞ്ഞ ആളെ ഞാനൊരു കപ്പ് ചായ കുടിക്കാൻ വിളിക്കുകയാണ്. ഇരുന്ന് നിങ്ങളുടെ ചാനലിൽ നമ്മൾ സംവേദിക്കാൻ തയ്യാറാണ്. ഒന്നുമല്ല, കോവിഡിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ദുരിതപൂർണമായ MP ഫണ്ടുകൾ PM കേരളയ്ക്ക് തിരിച്ചെടുത്തൊരു സമയമുണ്ടായിരുന്നു. എന്നിട്ടും CSR ഫണ്ട് ഉപയോഗിച്ചും എൻ്റെ റീച്ച് ഔട്ട് പ്രോഗ്രാംസിലൂടെയും
എൻ്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് 100 പേർക്കാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി 1 രൂപ പോലും വാങ്ങാതെ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലും കാരുണ്യ ഹൃദയാലയമായിട്ട് CSR ഫണ്ട് ഉപയോഗിച്ച് ചെയ്തത്. വീണ ജോർജാണല്ലോ അത് ഇനോഗ്രേറ്റ് ചെയ്തത്. വീണ ജോർജ് മാസ്ക് ഇട്ട് വെച്ചിരിക്കുന്ന പടം എൻ്റെ കയ്യിലുണ്ട്. 100 പേരുടെ ബെനിഫിഷ്യറീസിൻ്റെ ഒരു സംഗമം ഞങ്ങൾ ഇതിന് ശേഷം അബാദ് പ്ലാസ ഹോട്ടലിൽ നടത്തിയിട്ടുണ്ട്. 100 കുടുംബങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഇതൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിൽ ഇപ്പോൾ വാർത്തകളുണ്ട്, മാധ്യമങ്ങളത് കവർ ചെയ്തിട്ടുണ്ട്. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയൊരു പ്രോജക്റ്റായിരുന്നു കപ്പ് ഓഫ് ലൈഫ്, ലോകത്തെ ഏറ്റവും വലിയ മെൻസ്ട്രൽ ഹൈജീൻ ഡ്രൈവ്. BBC അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ചെസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ ഇന്നതൊരു കേസ് സ്റ്റഡിയാണ്. ഇത് ഒരു ഭാഗത്ത് സൗഖ്യം സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പിൻ്റെ ഒരുപാട് ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ നടത്തുന്നുണ്ട്. മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടുള്ളൊരു വലിയ ക്യാമ്പയിൻ കേക്കും നമ്മളിപ്പോൾ ആരംഭിച്ചു. ഇതെല്ലാം റീച്ച് ഔട്ട് പ്രോഗ്രാംസാണ്. നോർത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷനുകൾ ഇപ്പോൾ ഒരുപാട് പരിണതപ്രജ്ഞരായ ആളുകൾ ഇവിടെ പ്രദാനം ചെയ്തിരുന്നല്ലോ. കേന്ദ്രമന്ത്രിമാരായിരുന്നു, ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്ന ആളുകളായിരുന്നു. നിങ്ങളെല്ലാം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ്. നോർത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ 300 കോടി രൂപയുടെ വികസന പദ്ധതിയാണ് എറണാകുളം സൗത്ത് ജംഗ്ഷനിൽ നടക്കുന്നത്. 200 കോടി രൂപയുടെ വികസനമാണ് എറണാകുളം നോർത്ത് ടൗൺ സ്റ്റേഷനിൽ നടക്കുന്നത്. എല്ലാം ആധുനികവൽക്കരിക്കുന്ന ലിഫ്റ്റും എസ്കലേറ്റർ സൗകര്യവും, സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും പ്രത്യേകം ഇരിപ്പിടങ്ങളും, എയർ കണ്ടീഷൻ ചെയ്ത റൂമുകളും, നല്ല ശുചിമുറികളും. എന്തിനേറെ പറയുന്നു, പ്ലാറ്റ്ഫോമിൽ പോലും കവർ ചെയ്യാത്ത പ്ലാറ്റ്ഫോംസ് ഉണ്ടായിരുന്നു. അതെല്ലാം കവർ ചെയ്യുന്നു. തൃപ്പൂണിത്തറ ഒരു സാറ്റലൈറ്റ് റെയിൽവേ സ്റ്റേഷൻ പോലെ പ്രവർത്തിക്കുന്നതാണ്. അവിടെ നമ്മൾ അമൃത് ഭാരത് സ്കീമിൽ 10 കോടി രൂപയുടെ വികസനം നടക്കണം. അവിടെ ഒരു എയർ കണ്ടീഷൻ വെയിറ്റിംഗ് അരീനയും ലൈബ്രറിയും ഓൾറെഡി തുറന്നു. ഞാൻ MP ഫണ്ട് ഉപയോഗിച്ച് 75 ലക്ഷം രൂപ, 20,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ് ഏരിയ. കാരണം എറണാകുളം ദൂര സ്ഥലങ്ങളിൽ പോകുന്ന ആളുകൾ തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിൽ കാറും ബൈക്കും പാർക്ക് ചെയ്തിട്ടാണ് ജോലിക്ക് പോകുന്നത്. ഈ 3 റെയിൽവേ സ്റ്റേഷനും മെട്രോ ആയിട്ട് കണക്റ്റഡാണ്. അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം ഈ കാലഘട്ടത്തിലുണ്ടായ വികസന പദ്ധതികളുടെ നാഷണൽ ഹൈവേ. നിങ്ങൾ എറണാകുളം ഉണരുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ആളുകൾ ജോലിക്ക് വരുന്ന ആളുകളെ വെച്ചിട്ടാണ്. കുമ്പളം എറണാകുളം കായംകുളം ഡബ്ലിംഗ്. സംസ്ഥാന ഗവൺമെൻറ് പണം കൊടുക്കാമെന്ന് പറഞ്ഞു, ഭൂമി ഏറ്റെടുക്കാൻ കൊടുത്തില്ല. മുഴുവൻ പണവും ഇവിടെ ഒരു സദേൺ റെയിൽവേയുടെ ജനറൽ മാനേജർ ജോൺ തോമസ് മലയാളി, ഞങ്ങൾ ചെന്നൈയിൽ പോയി സംസാരിച്ച്, അദ്ദേഹം മുഴുവൻ പണവും റെയിൽവേ കൊടുത്തിട്ടാണ് ആ ഭൂമി 30 വർഷമായിട്ട് ഫ്രീസ് ചെയ്യപ്പെട്ടു. കുമ്പളം, അരൂര്, നെട്ടൂര് സ്ഥലങ്ങൾ അവിടെ ഡബ്ലിംഗ് നടക്കുകയാണ്. ഷൊർണൂർ എറണാകുളം ഡബ്ലിംഗ് നടക്കുകയാണ്. ഇതെല്ലാം ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വികസന പദ്ധതികൾ ആയിരുന്നു. അതെല്ലാം ഇപ്പോൾ നടക്കുന്നുണ്ട്. നാഷണൽ ഹൈവേയുടെ ഒരുപാട് പ്രോജക്ട്സ് നടക്കുന്നുണ്ട്. അപ്പോൾ കൊച്ചിൻ നമ്മൾ വലിയ മെട്രോ നഗരം എന്ന് പറയുമ്പോഴും ചെല്ലാനം മുതൽ ചെറായി വരെ ഒരു വലിയ തീരദേശ പാത ഇവിടെ ഉണ്ട്. മത്സ്യത്തൊഴിലാളികളുണ്ട്. 169 കോടി രൂപയുടെ ഹാർബർ വികസനം നടക്കുകയാണ്. ഹാർബർ വികസനം എന്ന് പറഞ്ഞാൽ തോപ്പുംപടി ഫിഷറീസ് ഹാർബർ, എയർ കണ്ടീഷൻ ചെയ്ത ലേലം ഹാളുകൾ, ഓപ്ഷൻ ഹാളുകൾ, അവിടെ കൺവെയർ ബെൽറ്റിൽ മത്സ്യം കൊണ്ടുവരാൻ, അത് സ്റ്റോർ ചെയ്യാൻ, അതിന് ശുചിമുറികൾ, അവർക്ക് ഫസ്റ്റ് എയ്ഡ് സൗകര്യങ്ങൾ, ക്യാൻറ്റീൻ, ഡോർമെറ്ററി, ഇതെല്ലാം വരികയാണ്. ഇതെല്ലാം ഞാൻ പറയുന്നത് തോപ്പുംപടിയിലാണ് വരുന്നത്. ഇതെല്ലാം മുൻകാലങ്ങളിലും അവസരം 30-40 വർഷമൊക്കെ ആയിട്ട് ഇവിടെ ജനപ്രതിനിധികളായിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളായിരുന്നല്ലോ. മാത്രമല്ല ഹൈബിയിടാൻ ഇവിടുന്ന് ഡൽഹി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർലമെൻറ്റിൽ കേരള ഗവൺമെൻറ്റിൻ്റെ ആവശ്യങ്ങളെ ഒന്നും ഉന്നയിക്കാറില്ല, നിശബ്ദനാണ്. വീഡിയോ കാണാൻ ഇതിൽ വീഡിയോ കാണിക്കാൻ പറ്റും. വീഡിയോ കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം. നാഷണൽ ഹെൽത്ത് മിഷൻ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് നാഷണൽ ഹെൽത്ത് മിഷനാണ്. ആ നാഷണൽ ഹെൽത്ത് മിഷൻ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് പണം കൊടുക്കുന്നില്ല. പണം കൊടുക്കാത്തതിന് ഒരു കാര്യമുണ്ട് കേട്ടോ. അവരുടെ അഡ്വർടൈസ്മെൻറ്റ് ഇവർ കൊടുക്കുന്നില്ല. ഇതെല്ലാം പിണറായി വിജയൻ നടത്തി പരിപാടി എന്ന് പറഞ്ഞ് പുള്ളി ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ നോക്കുമ്പോൾ എന്താ, അവിടെ നിന്ന് പണം കൊടുക്കുന്നു, ഇവരിത് സർക്കാരിൻ്റെ പരിപാടിയാണെന്ന് പറഞ്ഞ് ഉദ്ഘാടനം ചെയ്യുന്നു. അപ്പോൾ അതിൽ ഒരു അമർഷം അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ബീയിങ് എ റെസ്പോൺസിബിൾ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ഫ്രം കേരള, ഞാൻ വളരെ ക്ലിയറായിട്ട് പറഞ്ഞു, ഇതൊരു ഡിസ്ക്രിമിനേഷനാണ്.
കേരള സ്റ്റേറ്റിനോടുള്ള ഒരു ഡിസ്ക്രിമിനേഷനാണ്. ഇവിടെ ആരോഗ്യരംഗം എന്ന് പറയുന്നത് എല്ലാ പഞ്ചായത്തിലും ആയുർവേദം, ഹോമിയോ, അലോപ്പതി ഉണ്ട്, പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസവും ജീവിത നിലവാരവും ആരോഗ്യ നിലവാരവും ഇതര സംസ്ഥാനങ്ങൾ വെച്ച് മുന്നിലാണ് നമ്മൾ. അപ്പം നമ്മൾക്ക് അർഹതപ്പെട്ട നമ്മുടെ പണം ലഭിക്കുന്നില്ല. അത് ഞാൻ പറഞ്ഞത് നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഡയറക്ടർ, സംസ്ഥാന ഡയറക്ടർ അയച്ച കത്ത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഞാൻ ഇത്ര രൂപ ഇനി തരാനുണ്ട് എന്ന് പറഞ്ഞത്. അത് പത്രങ്ങളിൽ വാർത്തയും വന്നതാണ്. ഞാൻ സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യങ്ങൾക്ക് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പറഞ്ഞിട്ടുണ്ട്. ശബരി റെയിൽ ഒരു പ്രധാനപ്പെട്ട ഇതായിരുന്നു, ഞാൻ ഉന്നയിച്ചല്ലോ ആവശ്യം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അതിപ്പോൾ ഈ വെറുതെ ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നതിന് പകരം എൻ്റെ റെക്കോർഡ്സിലൂടെ നിങ്ങൾ പോകുന്നേ, റെക്കോർഡ്സ് പോയിട്ട് ഞാൻ വളരെ ക്ലാരിറ്റിയോടുകൂടി ഞാൻ എന്തെങ്കിലും അബദ്ധം പ്രസംഗിച്ചോ, ഞാൻ സംസ്ഥാന ഗവൺമെൻറ്റിനെ മോശമാക്കുന്ന തരത്തിൽ എന്തെങ്കിലും പറഞ്ഞോ, ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട് SFI നിരോധിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. A heinous crime committed by the goons of the Students' Federation of India in Trivandrum Government Law College. Sir, a girl student was brutally beaten up. Sir, Students' Federation of India in Kerala should be banned like a terrorist organization, because the number of crimes committed every day by this particular organization is unimaginable, sir. The state government, with the help of the state government, the students are ganged and beating the opposite parties. Students who doesn't believe in their left ideology has been brutally and massively attacked, sir. See, government should take proper action. I urge the central government to intervene in this matter, sir. തിരുവനന്തപുരം ലോ കോളേജിൽ ഒരു പെൺകുട്ടിയെ ഞങ്ങളുടെ യൂണിറ്റ് പ്രസിഡന്റ് അടിച്ച് വലിച്ചഴച്ച് മൃഗീയമായ ഒരു സ്ത്രീയോട്, പെൺകുട്ടിയോട് ബിഹേവ് ചെയ്യുന്നത് കണ്ട് കൂടെയുള്ള ASFൻ്റെ സ്ത്രീകളെ പോലും വെറുതെ വിടാത്ത ഒരു സംഘടന കേരളത്തിൽ നിരോധിക്കണമെന്നാണ്. അത് ഞാൻ ഇന്ത്യയിലെന്ന് പറഞ്ഞില്ല, കേരളത്തിൽ നിരോധിക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ വീഡിയോയും ഉണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ പറഞ്ഞില്ല എന്ന് പറയുള്ളൂ, അത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ താഴെ എനിക്ക് കുറേ ചീത്തയും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഓരോ ദിവസം സിദ്ധാർത്ഥിൻ്റെ മരണമടക്കം വരുമ്പോൾ തെളിയിക്കുന്നത് എന്താ? SFI നിരോധിക്കണം എന്ന് തന്നെയല്ലേ. SFI പറയുന്നൊരു വിദ്യാർത്ഥി സംഘടന കേരളത്തിൽ വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം എന്ന രാഷ്ട്രീയക്കാരോട് ജനങ്ങൾക്ക് പുച്ഛം തോന്നുന്നതും പേടി വരുന്നതും ക്യാമ്പസ് രാഷ്ട്രീയത്തോട് നിങ്ങളുടെ ആരുടെയും കുട്ടികളെ ക്യാമ്പസ് രാഷ്ട്രീയത്തിലേക്ക് മാതാപിതാക്കൾ പറഞ്ഞയക്കാത്തതിൻ്റെ കാരണം വയലൻസ് ഇൻ പൊളിറ്റിക്സ് ആണ്. അതിന് നിങ്ങൾ ഏത് ഇതെടുത്ത് നോക്കി ഒരു ഭാഗത്ത് SFI ഉണ്ടാവും. അതായത് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സിറ്റിയാണ്, സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വളർന്നു വരുന്ന സിറ്റിയാണ് കൊച്ചി. ഈ കൊച്ചി ഇപ്പം മയക്കുമരുന്നിൻ്റെയും അതേപോലെ അധോലോക മാഫിയയുടെയൊക്കെ കൈകളിലാണ് എന്നുള്ള സത്യം ദിവസേന വന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ അത്തരം കാര്യങ്ങൾക്കെതിരെ യാതൊന്നും പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ആരോപണം. ഞാൻ മയക്കുമരുന്ന് ഒരു വലിയ ക്യാമ്പയിനാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ ഈ കപ്പ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന പ്രോജക്റ്റ് കിട്ടിയെന്ന സ്വീകാര്യതയും മെൻ്റൽ ഹെൽത്തിന് കിട്ടിയ സ്വീകാര്യതയും അതുപോലെ തന്നെ ഡ്രഗ് അബ്യൂസ്, സിന്തറ്റിക് ഡ്രഗ്സ്, മോഡേൺ സിന്തറ്റിക് ഡ്രഗ്സ് സുലഭമായി ലഭിക്കുന്ന ഒരു 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 പ്രദേശമായി കൊച്ചി മാറിയിരിക്കുകയാണ്. ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷനാണ്, വെൽ കണക്റ്റഡ് ആണ്. അതിനെതിരെ വളരെ ശക്തമായി തന്നെ ഒരു ക്യാമ്പയിൻ നയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോജക്റ്റും വേണ്ട എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനുണ്ട്, സേ നോ ടു ഡ്രഗ്സ്. അവർ ഈ ഫുട്ബോളിലൂടെ തീരദേശത്തെ കുട്ടികളെ ചാനലൈസ് ചെയ്ത് ഹോംലെസ് വേൾഡ് കപ്പ് കളിക്കാനൊക്കെ കുട്ടികളെ കൊണ്ടുപോകുന്ന ഒരു നല്ല ഓർഗനൈസേഷനാണ്. അപ്പോൾ അവരുമായി ടൈപ്പ് ചെയ്ത് ഒരു പ്രോജക്റ്റിന് എല്ലാം തയ്യാറെടുത്തപ്പോഴാണ് ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു പ്രോജക്റ്റ്, അന്ന് വേൾഡ് കപ്പ് നടക്കുന്ന സമയമാണ്, ലഹരിക്കെതിരെ ഒരു ഗോൾ, മുഖ്യമന്ത്രി വന്നു ഇവിടെ പരിപാടികൾ. അപ്പോൾ കൃത്യമായൊരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു DD മാർക്ക് സ്കൂളുകളിൽ, സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ അതിനൊരു ഡ്യൂപ്ലിക്കേഷൻ വരണ്ട, അല്ലെങ്കിൽ ഇത് നമ്മൾ അവരുമായിട്ടൊരു മത്സരത്തിന് പോകുന്ന കാര്യമല്ല, അവരുടെ ക്യാമ്പയിൻ കഴിയട്ടെ എന്ന് വിചാരിച്ചു. അത് 2 മാസം ഗോൾ അടിച്ച് കഴിഞ്ഞപ്പോൾ അത് അവസാനിച്ചു. മദ്യത്തിനും മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിനൊന്നും ഒരു കുറവുണ്ടായിട്ടില്ല. അതൊരു ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രസ്സിങ് ഇഷ്യൂ ആണ്. ഞാൻ അതും പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെയും വീഡിയോ ഉണ്ട്. പക്ഷേ അത് എന്താണ് മണ്ഡലത്തിൽ ചെയ്തതെന്ന് വെച്ചാൽ എനിക്കൊരു വലിയ അവയർനെസ് ഡ്രൈവ് നടത്തണമെന്നുണ്ട്. അത് തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. അതായത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മയക്കുമരുന്നിൻ്റെ കേന്ദ്രമായി എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ലഭിക്കുന്നത് ഇവിടെയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിന് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ചിട്ട് എനിക്ക് കണക്ക് പറയാൻ പറ്റും. അതേപോലെ മയക്കുമരുന്നിൽ കേരളത്തിൽ 14 ജില്ലകളിൽ 6 ജില്ലകൾ വൾണറബിൾ ഡിസ്ട്രിക്ട്സ് ആണെന്നുള്ളൊരു സ്റ്റഡി റിപ്പോർട്ടുണ്ട്. അതിൽ കൊച്ചിയുമുണ്ട്, ട്രിവാൻഡ്രം ഉണ്ട്, കൊല്ലമുണ്ട്, അങ്ങനെ 6 ജില്ലകൾ. അതിൽ തന്നെ കൊച്ചിയിൽ മറൈൻ ഡ്രൈവും നെഹ്റു സ്റ്റേഡിയവും കാക്കനാട് ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സെൻറ്ററുകളായി വരുന്നത് എന്നുള്ള പോലീസ് റെക്കോർഡാണ്. ഞാൻ പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ.
സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ലോ എൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്ന എക്സൈസും അതുപോലെ തന്നെ പോലീസും നമ്മൾ ക്യാമ്പയിനും അവയർനെസ്സും ഒക്കെ ഞങ്ങൾക്ക് നടത്താൻ പറ്റും. ഒരു ഭരണകൂടത്തിനാണ് അതിൻ്റെ ചാനൽസിനെ ബ്ലോക്ക് ചെയ്യാനും കണ്ണികളെ മുറിക്കാനും സ്കൂൾ പ്രൊമൈസസിലും ക്യാമ്പസ് പ്രൊമൈസസിലും സ്പ്രെഡ് ചെയ്യുന്ന ഈ ഒരു മാഫിയെ അടിച്ചമർത്താൻ പറ്റുള്ളൂ. അത് അവർ എഫക്റ്റീവായിട്ട് ചെയ്യണം. മിക്കവാറും കേസുകളിലൊക്കെ കുറേ ആൾക്കാർ പ്രതികൾ ഏത് രാഷ്ട്രീയ പശ്ചാത്തലമുള്ളതാണെന്ന് നോക്കിയാലും നമുക്കറിയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഏറ്റവും വലിയൊരു സംഭവമാണ് ഈ ഇലക്ഷനിൽ പിന്നെ ഏത് ഇഷ്യൂ കേരള ഗവൺമെൻറ്റിനെതിരെയുള്ള ഇഷ്യൂ ആണോ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയുള്ള ഇഷ്യൂ ആണോ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രചരണമായിട്ട് വരുന്നത്? നമ്മൾ ഈ ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഫാഷിസ്റ്റ് ഭരണകൂടത്തിനെതിരെയുള്ളൊരു വികാരം പ്രകടിപ്പിക്കാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ CAA പോലെ പൗരത്വ ഭേദഗതി നിയമം പോലെ വളരെ പ്രധാനപ്പെട്ട UAPA നിയമം ചെയ്തതുപോലെ കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തത് കളഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കരിനിയമങ്ങൾ കർഷകർക്കെതിരെയുള്ള നിയമമടക്കം അത്തരം വിഷയങ്ങൾ കോൺഗ്രസ് വളരെ ഗൗരവത്തോടു കൂടി കാണുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പാർലമെൻറ്റ് അംഗത്വം പോലും റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSS സംഘപരിവാർ ശക്തികളെ എതിർക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. ഭാരത് ജോഡോ യാത്ര എന്ന് പറയുന്നത് 4000 കിലോമീറ്റർ ഒരു മനുഷ്യൻ രാജ്യത്ത് നടന്ന് നീങ്ങിയത് ഒരു വലിയ സന്ദേശമായിട്ട്, ആ സന്ദേശം എന്ന് പറയുന്നത് വിദ്വേഷത്തിൻ്റെ കമ്പോളത്തിൽ, വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യവും ക്യാമ്പയിൻ ടാഗ്ലൈനും ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ രാജ്യത്ത് ഇന്ന് മതത്താൽ വിഭജിക്കപ്പെടുകയും പല കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത് ഈ രാജ്യത്തെ മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും ധരിക്കുന്ന വസ്ത്രത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെ കഴിക്കുന്നതിൻ്റെ പ്രത്യേകതകളൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ അതിനെതിരെ ഈ രാജ്യത്ത് ശബ്ദമുയർത്താൻ കശ്മീർ മുതൽ കന്യാകുമാരി CPM എന്ന് പറയുന്നത് എവിടെയാണ് CPM ഉള്ളത്? CPM ഉള്ളത് എവിടെ? കേരളത്തിൽ ഒരു സീറ്റുണ്ട്. തമിഴ്നാട്ടിലെ ഞങ്ങളുടെ കൂടെ അലയൻസിലാണ്, DMK അലയൻസ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. ഇതാണ് 3 സീറ്റ് ഇവരുടെ അവസ്ഥ. മുസ്ലിം ലീഗിനും 3 സീറ്റുണ്ട്, തമിഴ്നാട്ടിൽ ഒരെണ്ണമുണ്ട്, ഇവിടെ 2 ഇപ്പം ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാം. ഇവർ ചെയ്യുന്നത് പരമാവധി വോട്ടുകൾ സമാഹരിക്കണം, അവരുടെ സ്റ്റാറ്റസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, ദേശീയ പദവി നഷ്ടപ്പെടാതിരിക്കാനുള്ളൊരു തത്രപ്പാട് മാത്രമാണ് CPM ഈ ഇലക്ഷൻ. ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരത നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ്. അവർക്ക് കേവലം ഇപ്പോൾ എന്തായാലും കേരളത്തിലൊരു സീറ്റ് ഇനി ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ ഒരു സീറ്റ് ചിലപ്പോൾ DMK മുന്നണിയിൽ ചിലപ്പോൾ ജയിക്കുമായിരിക്കും, അത്രേ ഉള്ളൂ. ത്രിപുരയിലും ബംഗാളിലൊന്നും പോകേണ്ട കാര്യമില്ല, നിലം തൊടാൻ പറ്റില്ല. ഓക്കെ, ഈ ഇലക്ഷനിൽ ഞങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ BJPക്കെതിരെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഫൈറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു നിലപാടും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. TN പ്രതാപനെ മാറ്റി, തൃശ്ശൂർ K മുരളീധരൻ വന്നു, ആലപ്പുഴയിൽ KC വേണുഗോപാൽ വന്നു. എന്തുകൊണ്ടാണ്? ഞങ്ങൾ വർഗീയതക്കെതിരെ BJPക്കെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാടാണ് സ്വീകരിക്കുന്നത്. ഞങ്ങളവിടെ K മുരളീധരനെ MP ആക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. അതായത് തൃശ്ശൂരിൽ ഇപ്പോൾ പത്മജ, K കരുണാകരൻ്റെ മകൾ പത്മജ ഇപ്പോൾ ഇന്നൊരു വാർത്ത കണ്ടിരുന്നു, പത്മജനെ ക്യാമ്പയിനിൽ വരണ്ടെന്ന് പറഞ്ഞു. സുരേഷ് ഗോപി പറഞ്ഞ വാർത്ത പറയുന്നത്. അപ്പോൾ പിന്നെ അവർ തീരുമാനിച്ചോട്ടെ. ഇപ്പോൾ ഇവിടെ നിന്ന് പോയ ആൾക്കാരൊക്കെ ഞങ്ങൾ പറയുന്നത് ക്യാമ്പയിനിലേക്ക് തിരിച്ചു വരണം എന്നുള്ളതാണ്. ഇവിടെ നിന്ന് പോയ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ലെഫ്റ്റിലേക്കും ഇതിലൊക്കെ പോയത്. പത്തനംതിട്ട റിസൾട്ട് വരട്ടെ. അതായത് കേരളത്തിലെ സമുന്നതരായ 2 നേതാക്കന്മാർ, AK ആൻ്റണി പ്ലസ് K കരുണാകരൻ, ഇവരുടെ 2 മക്കളാണ് ഇപ്പം BJPയിൽ എത്തിയിരിക്കുന്നത്. ഈ പ്രതിഭാസത്തെക്കുറിച്ച് എനിക്കിത് ചിത്രം കണ്ടില്ലേ, അത് ലീഡറുടെ കൂടെ എൻ്റെ ചിത്രമാണ്. ഞാൻ ഈ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങ്, അതായത് എൻ്റെ അറിവിൽ അങ്ങയുടെ ഫാദർ ജോർജിയുടെ ഏറ്റവും ജനകീയനായ ഇവിടുത്തെ ഒരു നേതാവായിരുന്നു, MP ആയിരുന്നു. അദ്ദേഹം K കരുണാകരൻ്റെ വലങ്കൈയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. ഞാൻ പറഞ്ഞത്, എനിക്ക് എൻ്റെ ഓർമ്മയുള്ള പ്രായം മുതൽ ലീഡർ ഇവിടുത്തെ പാലുകാച്ചലിന് വന്നിട്ടുണ്ട്. ഡാഡി മരിച്ചതിന് ശേഷം ഞാൻ കോളേജ് യൂണിയൻ്റെ ചെയർമാനായിട്ട് മത്സരിക്കുമ്പോൾ എൻ്റെ അടുത്ത് എന്താണ് വേണ്ടത് എന്ന് എന്നെ വിളിച്ചു വരുത്തി ചോദിച്ച ആളാണ്. എനിക്ക് ട്രിവാൻഡ്രം ലോ അക്കാഡമിയിൽ സീറ്റ് വാങ്ങിച്ചിരുന്നത് സാധാരണ നാരായണൻ നായർ സാറ്
എൻ്റെ ഒരു കഥയുണ്ട്, നാരായണൻ സാറിൻ്റെ പുറകിലും സീറ്റ് കിട്ടുന്ന നടക്കുന്നതിനെ കുറിച്ചിട്ട്. ഇത് എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ കൊച്ചുമകനാണ് വരുന്നത്, സീറ്റ് കൊടുക്കണം, ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ. ഞാൻ പോയി നേരെ അഡ്മിഷൻ എടുക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്നോട് അത്രയും വാത്സല്യവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നതാണ്. അദ്ദേഹം അവസാന നാളിൽ അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു ആഗ്രഹം പാർട്ടിയിൽ തിരിച്ചു വരണം എന്നുള്ളതായിരുന്നു. അദ്ദേഹം പാർട്ടി വിട്ടു പോയപ്പോൾ ഞാൻ പോയില്ല. ഞാൻ KSUവിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു, ഞാൻ പോയില്ല. അപ്പോൾ അദ്ദേഹത്തിനെ പോലെ അദ്ദേഹത്തിന് മതവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ സെക്യുലർ ലീഡർ അദ്ദേഹമായിരുന്നു. അദ്ദേഹം എല്ലാ മാസവും ഗുരുവായൂർക്ക് പോകുമെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്യാൻ ക്രൈസ്തവ ഇസ്ലാം മതവിശ്വാസികൾ എല്ലാത്തിനും ഒരു ചാനൽ ക്യാമ്പയിനേഴ്സ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അത്രയ്ക്ക് വലിയ വിശ്വാസമാണ്. ലീഡർ ഒരു സെക്യുലർ നേതാവായിരുന്നു. അപ്പോൾ ലീഡറെ പോലെ ഒരാളുടെ മകൾ പോകുന്നതിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്. പോകേണ്ടതിന് തക്കതായ കാരണങ്ങളില്ല എന്നുള്ളതാണ് ഞങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. പിന്നെ ഈ രാജ്യത്ത് എല്ലാവർക്കും അതിൻ്റേതായ സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഇനോവ കാറൊന്നും വീട്ടിൽ വരില്ല. അവർക്ക് സുരക്ഷിതമായി ജീവിക്കാൻ ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയൊന്നും ഇവിടെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അത് AK ആണെങ്കിലും ലീഡറാണെങ്കിലും അവരുടെ മക്കൾ പോയതിൽ ഞങ്ങൾക്ക്, ഞാൻ പറഞ്ഞില്ല, ഇവർക്ക് രണ്ടു പേർക്കും ഒരു വ്യക്തമായ റീസണിങ് ഇല്ല എന്നുള്ളതാണ്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അവഗണന ലഭിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരും വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ആളുകളല്ല. പത്മജിക്ക് പാർട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ അംഗീകാരങ്ങളും കൊടുത്തു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓർഗനൈസേഷനലി, പാർലമെൻ്ററി രംഗത്ത് എല്ലാ അവസരങ്ങളും കൊടുത്തു. പിന്നെ അതൊരു കുറേയൊക്കെ നമ്മൾ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു 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 എന്താ പറയുക, കുറേയൊക്കെ ഭാഗ്യവും പല ഫാക്ടേഴ്സ് അതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഇത് ഉപേക്ഷിച്ച് പോകുന്നു, ഇതിനെ അടച്ചാക്ഷേപിക്കുന്നു എന്നുള്ളതിനോട് എനിക്ക് യോജിപ്പില്ല. അതായത് ഈ ഇലക്ഷനിൽ നമ്മുടെ കേരള ഗവൺമെൻറ്റിനെതിരെയുള്ള എത്രമാത്രം നമുക്ക് അനുകൂലമായുള്ള ഘടകങ്ങളുണ്ട്? ഈ രണ്ടാം പിണറായി സർക്കാർ ജനങ്ങൾക്ക് പറ്റിയൊരു വലിയ അബദ്ധമാണെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരൊരു അവസരം നോക്കി നിൽക്കുകയാണ്. അവരിനി 5 വർഷമൊന്നും കാത്തിരിക്കില്ല. അവരതും കൂടി ഇതിൽ പ്രകടമാക്കും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ക്ഷേമ പെൻഷനുകൾ കിട്ടുന്നില്ല. മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് കൊണ്ടിട്ട് മലയോര കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. അവരുടെ ജീവിതം തകർന്ന ഒരു രീതിയിലാണ്. മരണങ്ങൾ സംഭവിക്കുന്നു തുടരെ. എറണാകുളം, ചേട്ടനിവിടെ ജീവിക്കുന്ന ഒരാളാണ്, എറണാകുളത്ത് കുടിവെള്ളമില്ല. കേരളത്തിൻ്റെ റവന്യൂ ഓഹരി വരുമാനത്തിൽ 65 മുതൽ 70% വരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ കുടിക്കാൻ വെള്ളമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഫ്ബിയുടെ 10,000, 20,000, 30,000 കോടിയുടെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ട്. ഒരു 250 കോടി ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ശുദ്ധജല ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് 190 MLD കാലങ്ങളായിട്ട് ഞങ്ങൾ പറയുന്നതാണ്. BJ കുര്യൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ, PJ ജോസഫ് ജലസേചന വകുപ്പ് മന്ത്രിയായപ്പോൾ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഈ കളമശ്ശേരിയിൽ ഞങ്ങൾ 232 കോടി രൂപയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുത്ത് തറക്കല്ലിട്ട പദ്ധതിയാണ്. അത് നടപ്പാക്കിയിട്ടില്ല. കുടിക്കാൻ വെള്ളമില്ല. അത് ഞാൻ തമാശ പറയുന്നതല്ല. നിങ്ങളിപ്പോൾ ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് ആയിട്ടേ ഉള്ളൂ. ഏപ്രിൽ മെയ് രൂക്ഷമാകുമ്പോൾ കുടിവെള്ള ക്ഷാമം. കുടിവെള്ളം കിട്ടാത്ത ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇത്രയും വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന കൊച്ചി പോലുള്ളൊരു സ്ഥലത്ത് എന്നിട്ട് വ്യവസായത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം അനുമതികൾ കൊടുക്കും. ഞങ്ങൾ അതിനെതിരെയാണ് സമരം ചെയ്തിട്ടുള്ളത്. കുടിവെള്ളം പോലും കൊടുക്കാൻ പറ്റാത്ത സർക്കാരിനെതിരെ ജനങ്ങൾ രൂക്ഷമായി പ്രതികരിക്കും. ഒരു സംശയം വേണ്ട. അതായത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ധാരാളം ആരോപണങ്ങൾ ദിവസേന വന്നുകൊണ്ടിരിക്കണം. അവസാനം മാസപ്പടി വിവാദമടക്കം. ഇതൊന്നും വേണ്ടത്ര രൂപത്തിൽ ഇവിടെ കോൺഗ്രസോ UDFോ ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് വലിയ തോതിൽ വന്നുകൊണ്ടിരിക്കുന്നത്. താങ്കൾ പോലും MP ആയിട്ട് ഇത്തരം കാര്യങ്ങളൊന്നും ലോകസഭയിൽ പോലും അവതരിപ്പിക്കുന്നില്ല എന്നുള്ളൊരു ആരോപണവുമുണ്ട്. ഇത് ലോകസഭയിൽ അവതരിപ്പിക്കേണ്ട ഒരു കാര്യമല്ല. നിങ്ങളിപ്പോൾ ചേട്ടൻ പ്രത്യേകിച്ച് അത് പറയാൻ പാടില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു പാർലമെൻറ്റിൽ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് ലാവ്ലിൻ കേസിനെ കുറിച്ചായിരുന്നു. 38ാം തവണ ലാവ്ലിൻ കേസ് മാറ്റിയപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചു. 38 ബെഞ്ച് വഴി 22 തവണ. അപ്പോൾ ഞാൻ അതിലൊരു ചോദ്യം ചോദിച്ചിരുന്നു, ഇതിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു കേസ് ഇങ്ങനെ മാറ്റിയതായിട്ട് അറിവുണ്ടോ? ഈ കേസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാനല്ലേ പാർലമെൻറ്റിൽ ചോദിച്ചു. ഞാൻ നിങ്ങൾക്ക് തരാമല്ലോ ഡീറ്റെയിൽസ്. അതിന് വ്യക്തമായ ഉത്തരം തന്നില്ല എന്നുള്ളത് വേറെ കാര്യം. കൊടകര കുഴൽപ്പണ കേസിൻ്റെ സ്റ്റാറ്റസിനെ കുറിച്ച് ഞാൻ ചോദിച്ചു. അത് ഇവിടെ നിന്ന് റിപ്പോർട്ട് കൊടുക്കാത്തതാണെന്നാണ് ഉത്തരം തന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതെല്ലാം നമ്മൾ ചോദിക്കുന്ന കാര്യമാണ്. ഇതിൽ
ഈ പർട്ടിക്കുലർ വിഷയത്തിൽ മാസപ്പടി വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ പാർട്ടി പ്രദാനം ചെയ്ത് മാത്യു കൂടൽനാടൻ വളരെ മനോഹരമായിട്ട്, അദ്ദേഹം ഒരു ലോയർ കൂടിയാണ്, വളരെ മനോഹരമായി അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടി നന്നായി സമരം നടത്തിയിട്ടുണ്ട്, നമ്മുടെ ആളുകൾ അത് ഏറ്റെടുത്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് വളരെ ക്ലാരിറ്റിയോടുകൂടി സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാം, നിങ്ങൾ പോലും ഓരോ ദിവസം ഇഷ്യൂസ് മറന്നു പോവാണ്. ഒരു ദിവസമല്ല ഒരു ഇഷ്യൂ, ഒരു സമരം അതിൻ്റെ പീക്കിൽ. ഇപ്പോൾ ആരാണ് ഈ സിദ്ധാർത്ഥ് മരിച്ചതിന് വേണ്ടിയിട്ട് 3 ആളുകൾ നിരാഹാരമായിരുന്നു? യൂത്ത് കോൺഗ്രസ്, KSU, മഹിളാ കോൺഗ്രസ്. അതിനൊടുവിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നു. മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൽ 10 ലക്ഷം രൂപ P. രാജീവ് വീട്ടിൽ കൊണ്ട് കൊടുത്ത എന്താ കാര്യം? ഇതിനു മുമ്പ് ആന ചവിട്ടിക്കൊണ്ടുന്ന ആർക്കെങ്കിലും 10 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടോ? എന്താ കൊടുത്ത? ഡെഡ് ബോഡി ആയിട്ട് ഞങ്ങളുടെ DCC പ്രസിഡന്റും MLA യും MP ഇറങ്ങേണ്ടി വന്നു. പോലീസായിട്ട് ഫൈറ്റ് ചെയ്ത് ഉന്തും തള്ളുണ്ടായ ആൾക്കെതിരെയല്ലാത്ത ലോകത്തെ മുഴുവൻ കേസും ചുമത്തിയിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ ഗവൺമെൻറ്റിനെതിരെ നിരന്തരം കേസുകളുടെ എണ്ണം കൂടുതലാണ്, വിഷയങ്ങളുടെ എണ്ണമാണ് പ്രശ്നം. ഒരു ദിവസം ഒരു വിഷയം എടുക്കും, ഞങ്ങളെല്ലാം കൂടി കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് അവിടെ പോയി. ഓരോ ദിവസം പുതിയ പുതിയ കേസുകളാണ്. അതായത് ഇപ്പം മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന എറണാകുളത്തെ DCC പ്രസിഡന്റ്, കേരളത്തിലെ ഏറ്റവും ശക്തിയുള്ള കോൺഗ്രസിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് എറണാകുളമാണ്. അദ്ദേഹത്തെ നിരന്തരമായിട്ട്, അതേപോലെ മാത്യു കുഴൽനാടൻ നിരന്തരമായിട്ട് പോലീസ് വേട്ടയാടി. ഒരു കേസെടുത്തു, ജാമ്യം വീണ്ടും കേസെടുത്തു, വീണ്ടും. ഇതൊക്കെ ഉണ്ടാവാൻ കാരണം നേരത്തെ ഇതുപോലുള്ള കള്ളക്കേസുകൾ പലർക്കെതിരെ എടുക്കുമ്പോൾ ഹൈബീഡൻ അടക്കമുള്ള ആളുകൾ മിണ്ടാതിരുന്നത് കൊണ്ടല്ലേ? ഈ ഗവൺമെൻറ് പ്രതികാര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഫാഷിസ്റ്റ് നേതാവ് നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയാണ്. ഞാൻ ചോദിച്ച ചോദ്യം തിരിച്ചു ചോദിക്കുകയാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് 1 മാസം മുമ്പാണ് എന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ് എനിക്കെതിരെ സോളാർ കേസിൽ FIR ഇട്ടത്. AP അനിൽകുമാർ ആലത്തൂർ മത്സരിക്കും എന്ന് കരുതിയിട്ട് പുള്ളിക്കെതിരെ ഇട്ടു. അടൂർ പ്രകാശ് ആറ്റിങ്കിൽ മത്സരിക്കും എന്ന് കരുതിയിട്ട് പുള്ളിക്കെതിരെ ഇട്ടു. ഞാനും അടൂർ പ്രകാശ് മത്സരിച്ചു. KC വേണുഗോപാൽ, ഹൈബി ഈഡൻ, അടൂർ പ്രകാശ്, AP അനിൽകുമാർ, അബ്ദുള്ളക്കുട്ടി, ഇവർക്കെതിരെ സോളാർ കേസിൽ CBI FIR ഇട്ടു. CBIയുടെ എൻക്വയറി ഒക്കെ കഴിഞ്ഞല്ലോ. ഞാൻ പറയുന്ന പോയിന്റ്, നിങ്ങളെന്താ പ്രതികരിക്കാൻ? സോളാർ അപ്പോൾ കള്ളക്കേസ് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവർക്കും എതിരെയുള്ള ഇത് ഒരു പുതിയ കഥയല്ല. പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലയളവ് മുതൽ നിരന്തരമായി ഞങ്ങൾ അതിനെതിരെ എല്ലാം വോയിസ് റൈസ് ചെയ്യുന്ന ആളുകളാണ് ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന ആളുകളുടെ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസ് കൊണ്ട് തന്നെയാണ് സാധാരണക്കാർക്ക് ഇപ്പോഴും നീതി ലഭിക്കുന്നത്. ഒരു കുടുംബത്തിന് നഷ്ടപ്പെട്ടത് നിങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ സിദ്ധാർത്ഥിനെ മറന്നു പോകും. അഭിമന്യുവിൻ്റെ കേസ് ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ ആളുകൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഓരോ വിഷയങ്ങളിൽ ഓരോ ട്രെൻഡ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ വാർത്താ മാധ്യമങ്ങളുടെ ശ്രദ്ധ കിട്ടുന്ന സാധനം പ്രത്യേക ഇത് കിട്ടും, പരിഗണന കിട്ടും. അപ്പോൾ പഴയത് മറന്നു പോകും. സർക്കാരിനെതിരെ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരിക്കലും ഒരു ഏകാധിപതിക്ക് കുറേ നാൾ തുടരാൻ സാധിക്കില്ല. ഒരു ഭരണകൂടത്തിൻ്റെ എല്ലാ തണലിലും അവരുടെ ചെയ്തികൾ മറച്ചു വയ്ക്കാൻ വേണ്ടി നിരന്തരമായി ചില ആളുകളെ വേട്ടയാടുമ്പോൾ അത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അതിനെതിരെ ശക്തമായ പ്രതികരണം ഞങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങൾ സാധാരണക്കാരൻ്റെ പക്ഷത്ത് നിൽക്കുന്നത് എന്ന് തെളിയിക്കുന്നതാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ഓരോ ഇടപെടലും. ആ ഇടപെടലിനെല്ലാം ഫലമുണ്ടായിട്ടുണ്ട്, റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അതിലെല്ലാം ഗവൺമെൻറ്റിന് കൃത്യമായ മറുപടി പറയേണ്ടി വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ തുടരും. പിന്നെ കേസുകൾ, പിന്നെ പൊതുപ്രവർത്തകർക്ക് കേസ് എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമൊന്നുമല്ല. അതിൻ്റെ ഗ്രാവിറ്റി ചിലപ്പോൾ വർദ്ധിക്കുമായിരിക്കും, ചിലപ്പോൾ ഇട്ട FIRന് കൂടുതൽ വകുപ്പുകൾ ഉണ്ടാവുമായിരിക്കും, പറഞ്ഞ ആരോപണങ്ങൾക്ക് കുറേ കൂടി അതിനേക്കാൾ ശക്തമായ വകുപ്പുകൾ ഉണ്ടാവും. പക്ഷേ എന്തുകൊണ്ടാണ് ഈ പിണറായി വിജയനെതിരെയുള്ള കേസുകൾ മാത്രം തൊടാതെ നിൽക്കുന്നത്? അല്ല, ഞങ്ങൾ പറയുന്ന പോയിന്റ് എന്താ, കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോഴും ഹൈലൈറ്റ് ചെയ്യാത്തൊരു കാര്യം എന്താ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPIM സ്പെഷ്യലി, ഞാൻ ഇടതുപക്ഷ മുന്നണിയെക്കുറിച്ച് പറയും, CPIM-ഉം BJP-യും കേരളത്തിൽ
വളരെ ശക്തമായ ഒരു അന്തർധാരയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ലാവ്ലിൻ കേസും ഇവിടെ കള്ളക്കടത്ത് കേസും ഇവിടെ എല്ലാം തമ്മിൽ വളരെ കൃത്യമായ ഇടപാടുകൾ നടക്കുന്നുണ്ടെന്നതിൻ്റെ ഇനി എന്താ തെളിവുണ്ട്? ഓരോ ദിവസം അത് തെളിയിക്കുകയല്ലേ. കേരളത്തിലെ LDFൻ്റെ കൺവീനർ പറയുകയാണ് BJP നല്ല സ്ഥാനാർത്ഥികളുണ്ട്, പല സ്ഥലത്തും അവർ 2ാം സ്ഥാനത്ത് വരും, ഞങ്ങളും അവരും തമ്മിലാണ് മത്സരിക്കുന്നത്. എന്ത് സന്ദേശമാണ് അത് കൊടുക്കുന്നത്? CPIM പോലുള്ളൊരു പാർട്ടി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ കൊടുക്കുന്ന സന്ദേശം എന്താണ്? BJP അപ്പോൾ BJP പറഞ്ഞതും CPM പറഞ്ഞതും കോൺഗ്രസ് മുക്ത് ഭാരത് എന്നുള്ളതാണ്. അതാണ് അവർ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ. അവർക്ക് അവിടെ നിലനിൽപ്പില്ലാത്തതുകൊണ്ട് ഞങ്ങളുമായിട്ട് സഹകരിക്കുന്നു. സീതാറാം യെച്ചൂരി, അതായത് ഇന്ത്യയിലെ ഇന്ന് പല മുഖ്യമന്ത്രിമാരെയും അതിലെ പ്രമുഖരായ നേതാക്കന്മാരെയും എല്ലാം എൻഫോഴ്സ്മെൻറ്റ് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാൾ, അതേപോലെ ഈ അടുത്ത കാലത്ത് ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തു. അതുപോലെ ഇവിടെ ഒരു പ്രശ്നമല്ലോ. ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്താണെങ്കിലും ഇവിടെ സെൻട്രൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും CBIയും അന്വേഷിക്കുന്ന ഒരു കേസിലും ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഒരു രോമത്തിൽ പോലും തൊടാൻ സാധിക്കില്ല. അത് കൃത്യമായ ഡീല് കൃത്യമായ ആളുകൾ ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് എത്രമാത്രം കേരളത്തിൽ ഈ ജനങ്ങളിടയിൽ ഗവൺമെൻറ്റിനെതിരെയായി തീർന്നിട്ടുണ്ട്? അത് ഈ ഇലക്ഷൻ എത്രമാത്രം? ഞാൻ പറയുന്നത് ജനങ്ങൾ ഈ രാഷ്ട്രീയ പ്രബുദ്ധത ബാക്കി സ്റ്റേറ്റ് പോലെയല്ലോ. കേരളത്തിലെ ജനങ്ങൾ കൃത്യമായ രാഷ്ട്രീയം വീക്ഷിക്കുന്ന ആളുകളാണ്. അവർക്ക് കൃത്യമായ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പറഞ്ഞു ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. 19 സീറ്റ് കിട്ടിയപ്പോൾ ശബരിമല ഉണ്ടായിരുന്നു, രാഹുൽ ഗാന്ധിയുടെ പ്രസൻസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഫാക്ടറും വേണ്ട. ഈ തെരഞ്ഞെടുപ്പിലെ ഫാക്ടർ എന്ന് പറയുന്നത് ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അവർ കൃത്യമായി പ്രതികരിക്കും. അവർ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിനെതിരെ എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം ഇത് ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണെങ്കിലും 8 വർഷം ദൈർഘ്യമുള്ളൊരു സർക്കാരിനെ മടുത്ത് അവർ വോട്ട് ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. അവരാര് സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ട് ഒരു കാര്യമില്ല. ഇതേപോലെ തന്നെ ഏറ്റവും നമ്മളിപ്പോൾ ലാവ്ലിൻ കേസ് പറഞ്ഞു. ലാവ്ലിൻ കേസ് കേരളത്തിൽ ഞാനാണല്ലോ പുറത്തു കൊണ്ടുവന്നതെന്ന് അറിയാമല്ലോ. എൻ്റെ ഓഫീസ് കത്തിച്ചു, അങ്ങനെ എല്ലാ കാര്യങ്ങളും നടന്ന ചരിത്രമാണ്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിൽക്കുന്ന ആ കേസിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വന്ന് പറയുന്നത് ഞങ്ങൾക്ക് സമയമില്ല എന്നാണ്. ആ കേസിൽ മൊത്തം 4 പ്രതികൾ മരിച്ചു, 30ഓളം സാക്ഷികൾ മരിച്ചു. ആ കേസ് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമെന്ന് ഹൈബിയിടാൻ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, നമ്മളൊരു ജനാധിപത്യ സംവിധാനത്തിൽ ജുഡീഷ്യറിയിൽ നമ്മളിപ്പോഴും വിശ്വസിക്കുകയാണല്ലോ. ആ ജുഡീഷ്യറിയിൽ ഇപ്പോഴും വിശ്വസിക്കുമ്പോഴാണ് ഈ കേസിൻ്റെ എണ്ണവും മാറ്റിവെക്കുന്ന രീതിയും നമ്മൾ അത്ഭുതപ്പെടുത്തുകയും ആശ്ചര്യപ്പെടുത്തുകയും ചെയ്യുന്നത്. അപ്പോഴും നമ്മൾ ഇനിയുള്ളൊരു ലാസ്റ്റ് റിസോർട്ട് എന്നുള്ളത് സുപ്രീം കോടതി തന്നെയാണ്. അപ്പോൾ അതിൽ ആര് മരണപ്പെട്ടാലും സാക്ഷികൾ കൂറുമാറിയാലും എല്ലാം, എന്നിട്ടും എന്തുകൊണ്ട് ഇത് മാറ്റിവെക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയുടെ ജുഡീഷ്യൽ ഹിസ്റ്ററിയിൽ ഇതുപോലെ ഒരു അതാണ് ഞാൻ ചോദിച്ചത്. ഇന്ത്യയുടെ ജുഡീഷ്യൽ ഹിസ്റ്ററിയിൽ ഇതുപോലെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനത് കാണിച്ചു തരാം. ഇതാണ് ചോദ്യം. ഞാൻ ചോദ്യം ചോദിച്ചിട്ടില്ലെന്ന് പറയണോണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ്. Will the Law and Justice Minister please to be answered whether the government has maintained the information regarding the dates, posting and adjournment of a case in Supreme Court, and if so, the details thereof. The number of cases have been adjourned more than 30 times in Supreme Court along the reasons. The number of times the hearing of SNC Lavalin case has been adjourned in the Supreme Court. Whether the government proposed to investigate, inquire the reasons of delay in this case. അതായത് കോടതിക്കുള്ളിലുള്ള സാധനമാണ്. പക്ഷേ എൻ്റെ ഒരു ചോദ്യം അതല്ല. സോളിസിറ്റർ ജനറൽ, അതായത് അമിത്ഷായുടെ വലങ്കൈയായിരുന്ന തുഷാർ മേത്ത, അദ്ദേഹത്തിന് ഗുജറാത്തിൽ അമിത്ഷായുടെ കേസുകളൊക്കെ പണ്ട് നടത്തിയിരുന്ന തുഷാർ മേത്തയാണ് ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ. അദ്ദേഹം അമിത്ഷാ അറിയാതെ ഈ കേസ് മാറ്റിവെക്കില്ല. അദ്ദേഹം കോടതിയിൽ ചെന്ന് പറയുകയാണ് ഈ കേസ് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ഓരോ തവണ
ഒരു കാരണങ്ങൾ പറഞ്ഞിട്ട്. അല്ല, ഞാൻ പറഞ്ഞില്ലേ ഇത് ഹൈബി പറഞ്ഞിരിക്കുന്നത് നിയമപരമായിട്ടുള്ള കോടതിയുടെ ഉള്ളിൽ. നമുക്ക് ചോദ്യം അങ്ങനെയല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. പാർലമെന്ററി സിസ്റ്റത്തിൽ നമുക്ക് വ്യക്തിപരമായ അമിത്ഷായും ഇയാളും തമ്മിൽ അടുപ്പുണ്ടെന്നൊന്നും അല്ലല്ലോ നമ്മുടെ ചോദ്യം. നമ്മുടെ ചോദ്യം വളരെ സ്പെസിഫിക് ആയിരുന്നു. നമ്മുടെ സ്പെസിഫിക് ആയി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കേസ് ഈ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് 30 തവണ കൂടുതൽ മാറ്റി വെച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരുമോ? നിങ്ങൾക്ക് ഈ SNC ലാവ്ലിൻ കേസിൽ ഇതിൻ്റെ ഡിലേനെ കുറിച്ച് കാരണമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളതിൽ ഇടപെട്ടിട്ടുണ്ടോ? അത് നമ്മൾ ക്ലിയർ ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ പാർലമെൻ്ററി പ്ലാറ്റ്ഫോം ഏറ്റവും ഫലപ്രദമായി കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കാനും ഉപയോഗിച്ചിട്ടുണ്ട്, പ്രസംഗിക്കാനും ഉപയോഗിച്ചിട്ടുണ്ട്. അത് നരേന്ദ്രമോദിയുടെ കോർപ്പറേറ്റിസത്തിനെതിരെ, അദാനിയുടെ വിഷയങ്ങൾ എല്ലാം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഹൈബിയുടെ നന്നായി ഇംഗ്ലീഷിൽ പ്രസംഗിക്കും. എവിടെ നിന്നാണ് ഇത് കിട്ടിയത്? അല്ല, ഇംഗ്ലീഷ് പ്രസംഗമല്ല, നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ആയിട്ട്. ഞാൻ NSUയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ഹിന്ദി കുറച്ചറിയാം. ഹിന്ദിയിൽ ഇപ്പോൾ ബീഹാറിലും UP-യിലൊന്നും പോയി നമ്മൾ സംഘടനാ പ്രവർത്തനം നടത്തുന്ന സമയത്ത് ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് കാര്യമില്ല. അവിടെ ഹിന്ദിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾക്കറിയാവുന്ന ഭാഷയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അവരെ ഇപ്പോൾ ചില കൂടുതലും ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് BJP ഗവൺമെൻറ്റിൻ്റെ സമയത്ത് കൂടുതൽ ആൾക്കാരും ഹിന്ദിയിൽ നിർബന്ധമായിട്ട് സംസാരിക്കുകയുള്ളൂ. അപ്പോൾ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ ചിലപ്പോൾ ഹിന്ദി ആയിരിക്കും നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. പിണറായി വിജയൻ ധാരാളം കേസുകളിൽ ഒന്നിനിടല്ല അവസാനം മാസപ്പടി വിവാദത്തിൽ എല്ലാ തെളിവുകളോട് കൂടിയിട്ടും വന്നിരിക്കുകയാണ്. അതിനെതിരെ മാത്യു കുഴൽനാടൻ കേസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കടത്ത്, ലൈഫ് മിഷൻ തട്ടിപ്പ്, അങ്ങനെ നിരവധി കേസുകൾ മുന്നിലുണ്ട്. പിണറായി വിജയൻ എന്തെങ്കിലും അറസ്റ്റിലാകുമെന്ന് ഹൈബിയുടെ കരുതുന്നുണ്ട്? അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് നിയമം കൃത്യമായി നടപ്പിലാക്കിയാൽ അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇപ്പോൾ ലൈഫ് മിഷൻ കേസിൽ അനിൽ അക്കരയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവായ അനിൽ അക്കരയാണ് അതിൽ മുഴുവൻ നടത്തുന്നത്. മാത്യു കുഴൽനാടനാണ്. അപ്പോൾ ഞങ്ങളുടെ ആൾക്കാരും ഇടപെട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞത് ജുഡീഷ്യൽ ഇടപെടാന്ന് പറഞ്ഞാൽ ഇത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ട് പ്രതിപക്ഷത്തെങ്കിൽ അവരിവിടെ പ്രക്ഷോഭം കൊണ്ട് എന്തുമാത്രം പ്രശ്നം ഉണ്ടാക്കും. സോളാർ കേസിൽ ഒന്നുമില്ലാത്ത സോളാർ കേസിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ അവരുണ്ടാക്കി. ഇതാണ് ഞാൻ ചോദിച്ചത്. കേരളത്തിൽ പ്രതിപക്ഷം അനങ്ങാതിരിക്കല്ലേ എന്ന്. ഇല്ല, പ്രതിപക്ഷം ഞാൻ പറഞ്ഞല്ലോ, പ്രതിപക്ഷം ഒരുപാട് വിഷയങ്ങളിൽ വളരെ ഫലപ്രദമായി ഇടപെടുന്നുണ്ട്, ഇപ്പോൾ അസംബ്ലിക്കകത്തും പുറത്തും. പക്ഷേ നമ്മളുടെ വിഷയങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലാണ്. അല്ല, ഒരു കാര്യത്തിലും പരിഹാരമില്ലാതെ മുന്നോട്ട് പോകുന്നതുകൊണ്ടാണല്ലോ അടുത്ത ഇഷ്യൂ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ പറയുന്നത് കേരളം ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ മാധ്യമങ്ങൾ ശ്രദ്ധ നേടുന്നത് ഓരോ ദിവസം വ്യത്യസ്തമായ വിഷയങ്ങളിലാണ്. ഒരു വിഷയം വളരെ ഗൗരവത്തോടു കൂടി അതിൻ്റെ ക്യാമ്പയിൻ ഞങ്ങൾ മണ്ഡലം തലത്തിലും ബ്ലോക്ക് തലത്തിലുമൊക്കെ വിശദീകരണ യോഗങ്ങളും ജനങ്ങളെ സംഘടിപ്പിച്ച് പരിപാടികളൊക്കെ നടത്തുമ്പോഴായിരിക്കും തൊട്ടടുത്ത് വേറൊരു വിവാദം ഉണ്ടാകുന്നത്. വിവാദങ്ങൾ കൊണ്ട് നിറഞ്ഞു നിന്ന കാലഘട്ടമായിരുന്നു. അത്രയും അധികം വിഷയങ്ങളുണ്ടായിരുന്നു. ആ വിഷയങ്ങൾ കുറേയെങ്കിലും ഫലപ്രദമായി പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവെല്ലാം അസംബ്ലിയുടെ അകത്ത് വളരെ മനോഹരമായി അത് അവതരിപ്പിച്ചിട്ടുണ്ടെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. എല്ലാത്തിനും അക്രമസമരവും അക്രമത്തിൻ്റെ സ്വഭാവവും എല്ലാം ഉണ്ടായാൽ മാത്രമേ ശ്രദ്ധ കിട്ടൂ എന്നുള്ള ഒരു രീതിയും നിലവിലുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ഈ ഇലക്ഷൻ വരുമ്പം കഴിഞ്ഞ തവണ 1,70,000 വോട്ട് ഭൂരിപക്ഷമാണ് എൻ്റെ ഓർമ്മയിൽ ഹൈബിക്ക് ഉണ്ടായിട്ടുള്ളത്. ചരിത്രപരമായ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണെന്ന് തോന്നുന്നു എറണാകുളത്ത്. ഇത്തവണ ഈ ക്രിസ്ത്യൻ മേഖലയിലുള്ള വോട്ടുകൾ മറയ്ക്കാൻ വേണ്ടി നേരിട്ട് പ്രധാനമന്ത്രി തന്നെ ഇടപെടുകയും ഇവിടുത്തെ കുറേ ക്രിസ്ത്യൻ സംഘടനകളും പുരോഹിതന്മാരൊക്കെ പ്രധാനമന്ത്രിയുടെ അടുത്തൊക്കെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ഇത്തവണ BJPക്ക് അനുകൂലമായി മാറാൻ സാധ്യതയുണ്ടോ? ബാധിക്കാൻ സാധ്യത? എറണാകുളത്തെ മതേതര വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഒരിക്കലും BJPക്ക് വോട്ട് ചെയ്തില്ല. എറണാകുളത്തിന് ഒരു ചരിത്രമുണ്ട്, ഒരു സ്വഭാവമുണ്ട്, വലിയ പ്രത്യേകതകളുണ്ട്. ഇവിടുത്തെ ബിഷപ്പടക്കം പോയിട്ടുണ്ട്. ബിഷപ്പടക്കം അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മണിപ്പൂർ പോയിട്ട് ഞാനാണ് ആദ്യം മണിപ്പൂർ പോയത്. ഞങ്ങൾ ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാതെ മണിപ്പൂർ പോയത്. മണിപ്പൂർ പോയിട്ട് ഞാൻ വന്നിവിടെ ഒരു പത്രസമ്മേളനം നടത്തിയത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു സംഘം KCBC ഒരു സംഘം ഇടുക, അവിടെ പോയി കാര്യങ്ങൾ പഠിക്കുക, മൈനോറിറ്റീസ് ഈ രാജ്യത്ത് സുരക്ഷിതമാണോ എന്ന് പഠിക്കുക. അതിനുശേഷമാണ് അവരെല്ലാം വളരെ ഗൗരവത്തോടു കൂടി അതിനെ കണ്ടത്, അതിൻ്റെ ചിത്രങ്ങളും അതിൻ്റെ വാർത്തകളും ഒക്കെ കണ്ടതിന് ശേഷം. ഞാൻ പറയുന്ന പോയിൻ്റ് ഇത്രയേ ഉള്ളൂ. BJPയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പല മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനെയും ഭീഷണിപ്പെടുത്തുകയും അവർക്ക് പല ആനുകൂല്യങ്ങൾ തടഞ്ഞു വയ്ക്കുകയും അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്ത തരത്തിൽ ഗ്ലോബൽ ഫണ്ടിങ് വരെ കിട്ടുന്നത് പ്രയാസപ്പെടുത്തുകയും
അതിന് വിളിച്ച് അവരെ സെറ്റിൽ ചെയ്ത് അവരെ കൂടെ നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ ഇവരാരെ കക്ഷികൾ ഒരു കാരണവശാലും അതിലൊന്നും വീഴത്തില്ലല്ലോ. ഞാൻ പറയുന്നത് മതേതരത്വം വളരെ കൃത്യമായി ഉയർത്തിപ്പിടിക്കുന്ന ആ മതേതര ബോധമുള്ള ഇന്ത്യയുടെ സെക്കുലർ ഫാബ്രിക് നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അവർ BJPയുടെ ട്രാപ്പിൽ വീഴും എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അവർ കൃത്യമായി അവരുടെ പൊളിറ്റിക്സ് ഉണ്ട്, അവരത് കൃത്യമായി പ്രയോഗിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കഴിഞ്ഞ തവണ 1,70,000 വോട്ടിന് ജയിച്ചു. ഇത്തവണ എത്ര വോട്ടിന് ജയിക്കും? അല്ല, ഞാൻ 1,70,000 വോട്ട് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ മാർജിനായിരുന്നു അത്. കാര്യം പരിണത പ്രജ്ഞനായ P. രാജീവ് ആയിരുന്നു എനിക്കെതിരെയുള്ള കാൻഡിഡേറ്റിനെ നേരത്തെ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം 9 ദിവസം കഴിഞ്ഞാൽ ഞാൻ വരുന്നത്. ഞാൻ ഒരിക്കലും ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് തയ്യാറെടുത്ത് നിന്ന ഒരാളല്ല. പെട്ടെന്നാണ് എല്ലാ സിറ്റിംഗ് MP മാർക്കും സീറ്റ് കൊടുക്കുമെന്നുള്ളതായിരുന്നു ധാരണ. ഒരു സിറ്റിംഗ് MP മാത്രമാണ് മാറിയത്. അങ്ങനെ ഒരു ഒഴിവിലേക്ക് വന്ന ആളാണ് ഞാൻ. അപ്പോൾ ഞാനൊട്ടും പ്രതീക്ഷിച്ച് വന്ന ആളല്ല. അതുകൊണ്ട് തന്നെ ആ തിരഞ്ഞെടുപ്പ് അങ്ങനെയാണ് പോയത്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾക്ക് അങ്ങനെ ഒരു നമുക്ക് എത്ര ഭൂരിപക്ഷം കിട്ടുമെന്നൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസമുണ്ട് വളരെ നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. അത് UDFൻ്റെ ഒരു തനത് സ്വഭാവത്തിൽ തന്നെ നല്ല ഞങ്ങളുടെ പ്രവർത്തകരും, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ജനങ്ങളുടെ വികാരം ഈ ഗവൺമെൻറ്റിനെതിരാണെങ്കിൽ നല്ല ഭൂരിപക്ഷം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഇലക്ഷനിലെല്ലാം തന്നെ UDFന് അനുകൂലമായിട്ടുള്ള വിജയമാണ് കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ചും പുതുപ്പള്ളിയിലും അല്ലെങ്കിൽ തൃക്കാക്കരയിലൊക്കെ വൻ വിജയം നേടി. പക്ഷേ ഈ അടുത്ത കാലത്ത് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്തും നെടുമ്പാശ്ശേരിയിൽ വൻ അട്ടിമറിയാണ്, വൻ തിരിച്ചടിയാണ് കോൺഗ്രസ്സിനുണ്ടായിട്ടുള്ളത്. അത് ഇവിടെയുള്ള ഒരു വലിയ തിരിച്ചടിയായി ഇലക്ഷൻ്റെ കാണാൻ പറ്റുന്നതല്ലേ? ഇപ്പോൾ എൻ്റെ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ എടവനക്കാട് CPMൻ്റെ സിറ്റിംഗ് സീറ്റ് നമ്മൾ പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. ബൈ ഇലക്ഷനുകൾ 1-2 സീറ്റ് ഒരെണ്ണം അങ്ങോട്ട് വരും. ഒരു പഞ്ചായത്ത് മെമ്പർക്ക് സർക്കാർ ജോലി കിട്ടി പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി എടവനക്കാട് തീരദേശത്ത് നിന്ന് ധീവര കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് ഞങ്ങൾക്ക് ജയിച്ച് വന്നത്. അപ്പോൾ അതൊന്നും ഒരു ഫാക്ടറായിരുന്നു. UDFന് നല്ല വലിയ മോശമില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു എന്ന് മനസ്സിലായി. പിന്നെ ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ ഒരുപാട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യും സ്വാഭാവികമായിട്ടും. പക്ഷെ അതൊന്നും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ പാറ്റേണെ ബാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് കേരള നിയമസഭാ ഇലക്ഷൻ വന്നത്. അതിൽ ഇവിടെ നമുക്ക് കിട്ടിയ ഭൂരിപക്ഷങ്ങളൊന്നും കിട്ടിയില്ല, സീറ്റുകൾ നഷ്ടപ്പെട്ടു. ജനങ്ങൾക്ക് മനസ്സിലായി ആ കിറ്റ് കൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത്. അതവർ ഇത്തവണ തിരുത്തും. കോവിഡിൻ്റെ സമയത്ത് ഒരു ഭരണകൂടത്തിന് കിട്ടിയ എല്ലാ അഡ്വാൻറ്റേജസും മുഖ്യമന്ത്രിക്കും ഭരണകൂടത്തിനും ഉണ്ടായിരുന്നു. അത് ഇത്തവണ ലഭിക്കില്ല. ഞങ്ങൾക്ക് വ്യക്തമായ മേൽക്കൈയുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് താങ്കൾ ഈ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഏറ്റവും അധികം ശ്രദ്ധിച്ചിട്ടുള്ളത് ആരോഗ്യ മേഖലയാണെന്ന് തോന്നുന്നു. അതേപോലെ ക്യാമ്പുകളും അതേപോലെ വൻകിട ഹോസ്പിറ്റൽ സഹായത്തോടുകൂടി പാവപ്പെട്ട കുറേ ചികിത്സാ പദ്ധതികളൊക്കെ കൊടുത്തു. അതേപോലെ വീടുകൾ താങ്കൾ വെച്ചു കൊടുത്തു. അത് എത്രമാത്രം ഫലപ്രാപ്തി ഉണ്ടായിരിക്കും? ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡയാലിസിസ് സെൻ്ററാണ് സർക്കാർ മേഖലയിൽ ഞങ്ങൾ എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ തുടങ്ങിയിരിക്കുന്നത്. 52 ഡയാലിസിസ് മെഷീൻ, 54 ഡയാലിസിസ് മെഷീനുകളാണ് എൻ്റെ MLA ഫണ്ട് വെച്ച് നിർമ്മിച്ച കെട്ടിടത്തിൽ CSR ഫണ്ട് ഉപയോഗിച്ച് സമാഹരിച്ച പദ്ധതി അവിടെ യാഥാർത്ഥ്യമാണ്. 10 കോടി രൂപയോളം ചിലവുണ്ട്. 164 ഡയാലിസിസ് പേഷ്യൻസിനെ ഒരു ദിവസം ട്രീറ്റ് ചെയ്യാൻ സാധിക്കും, ഡയാലിസിസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ആരോഗ്യ മേഖലയിലൊരു വലിയ മാറ്റം. ഡയാലിസിസ് സെൻറ്റർ വികസനത്തിൻ്റെ ഒരു ചിഹ്നമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളിൽ നമുക്കൊരു സാന്ത്വനം പകരാൻ പറ്റുന്നൊരു പദ്ധതിയാണ്. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ തണൽ. ഇന്നലെ 115ാമത്തെ വീടിന് ഞങ്ങൾ ശിലാസ്ഥാപനം നടത്തി. 104 ഞങ്ങൾ കൈമാറി. അപ്പോൾ ഇനി 11 പ്രോസസ്സിലാണ്. അപ്പോൾ ഇത് 2018 പ്രളയത്തിന് ശേഷം തുടങ്ങിയതാണ്. അതെല്ലാം പ്രൈവറ്റ് സ്പോൺസേഴ്സിനെ കണ്ടുപിടിച്ച് ചെയ്യുന്ന പദ്ധതികളാണ്. പക്ഷേ വലിയ ഒരു സ്വപ്നമാണ്. നമ്മളെ വലിയ റോഡും വലിയ കെട്ടിടവും വലിയ ഇതൊന്നും ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോഴും ഒരു രോഗി ജീവിതത്തിലേക്ക് വരുന്നതും ഒരാൾക്ക് ജീവിതകാലം മുഴുവൻ ഒരു വീട്ടിൽ താമസിക്കാനുള്ള ഒരു ഭവനം നിർമ്മിക്കുന്നതും എല്ലാം നമ്മൾ ഈ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയില്ല, അല്ലെങ്കിൽ ഒരു സന്തോഷ സൂചിക, ഒരു ജനപ്രതിനിധിയുടെ
ഒരു ഇനിയുള്ള കാലത്തെ ഹാപ്പിനെസ് ഇൻഡെക്സ് റേഷ്യോ ആണ് അളക്കേണ്ടത്, എത്ര മൂല്യമാസ്തി എന്നുള്ളതിനേക്കാൾ കൂടുതൽ. അതിൽ എനിക്ക് ഹാപ്പിയാണ്. നമ്മുടെ ഈ മണ്ഡലത്തിലെ ഒരു പ്രമുഖ നേതാവ് KV തോമസ്. അദ്ദേഹം ഇപ്പോൾ LDF ഏറ്റവും പ്രമുഖനായ നേതാവാണ്. അദ്ദേഹം ഡൽഹിയിൽ എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്നു. അദ്ദേഹം എത്രമാത്രം അട്ടിമറികൾ ഇവിടെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഈ ഇലക്ഷനിൽ? അദ്ദേഹം വലിയ ഒരു പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവി ഇപ്പോൾ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ തമ്മിൽ ഒരു പ്രത്യേക പദവി വഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ക്യാമ്പയിനിൽ ഇറങ്ങണം. അദ്ദേഹം ഫുൾ ഫ്ലെജ്ഡ്ലി ക്യാമ്പയിനിൽ ഇറങ്ങി ഈ ക്യാമ്പയിനെ നിയന്ത്രിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതായത് തൃശ്ശൂരിൽ കണ്ടിട്ടുള്ളത് പത്മജ മാറിയപ്പോൾ അവിടെയുള്ള ഉറങ്ങിക്കിടന്നിരുന്ന കോൺഗ്രസ്സുകാർ കംപ്ലീറ്റ് രംഗത്തിറങ്ങി എന്നുള്ളതാണ്. ശരിക്കും KV തോമസ് ഇവിടെ പോയതോടുകൂടി ഇവിടെയുള്ള എല്ലാ കോൺഗ്രസ്സുകാരും ഒറ്റക്കെട്ടായി ഇറങ്ങി അതിനെതിരെ നേരിട്ടു എന്നുള്ളതല്ലേ സത്യം? ഞാൻ പറഞ്ഞല്ലോ, ഇത് തോമസ് മാസ്റ്റർ 84 ആദ്യമായിട്ട് MP ആവുന്നത്. എനിക്കൊരു വയസ്സുള്ളപ്പോൾ. അതിനുശേഷം അദ്ദേഹം ഫുഡ് സെക്യൂരിറ്റി മിനിസ്റ്ററായി, ടൂറിസം മിനിസ്റ്ററായി, കേരളത്തിൻ്റെ സംസ്ഥാന കേന്ദ്ര ഇതായി. ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ 2014 മോദി സർക്കാരിൻ്റെ ആദ്യപാദത്തിൽ ഞങ്ങൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി. അപ്പോൾ അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് KPCC ട്രഷററായിരുന്നു, വൈസ് പ്രസിഡൻ്റായിരുന്നു. KPCC പ്രസിഡൻറ്റും മുഖ്യമന്ത്രിയും ഒഴിച്ചിട്ടുള്ള എല്ലാ പദവികളും പാർട്ടി അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഇടതുപക്ഷത്തിലേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിനെ പോലെ വളരെ പക്വതയുള്ള, വളരെ സീനിയറായിട്ടുള്ളൊരു നേതാവിന് പാർട്ടി അദ്ദേഹത്തിന് എല്ലാം കൊടുത്തു. പറഞ്ഞ പോലെ ലീഡർ ശ്രീ K കരുണാകരൻ്റെ കാലഘട്ടത്തിൽ സേവിയർ അറക്കലിനെ മാറ്റിയിട്ടാണ് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തത്. അവിടെ നിന്ന് ഇനിയിപ്പോൾ ഈ ഇത്രയും കാലം മാഡം സോണിയാഗാന്ധിയുടെയും എല്ലാം വലിയ വിശ്വസ്തനായിരുന്ന ഒരാൾ ഇടതുപക്ഷത്തിലേക്ക് പോകരുതായിരുന്നു എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അധിക്ഷേപിച്ചിട്ടുള്ളത് ഇടതുപക്ഷമാണ്. കേരളത്തിലെ ഈ തവണത്തെ ഇലക്ഷൻ എത്ര സീറ്റുകൾ UDF നേടും? UDF ഈ പുതിയ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്, തൃശ്ശൂർ മാറി ഷാഫി വടകരയിൽ വന്നു, KC വേണുഗോപാൽ ആലപ്പുഴയിൽ വന്നു. ഒരു പരിചയസമ്പന്നതയുടെയും യൂത്ത്ഫുൾനെസ്സിൻ്റെയും ഒരു ബ്ലെൻഡാണ് ഞങ്ങളുടെ പാനൽ എന്ന് പറയുന്നത്. ഒരു ഡ്രീം ടീമാണ്, ഇന്ത്യയുടെ ഡ്രീം ടീം എന്ന് പറയുന്ന പോലെ. ഞങ്ങൾ 20 സീറ്റ് ജയിക്കും. ഇന്ത്യയിൽ ഇത്തവണ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്? ഇന്ത്യ മുന്നണി വ്യക്തമായ രാഷ്ട്രീയ നീക്കുപോക്കുകൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും അധികാരത്തിൽ വരാൻ. ഇപ്പോൾ TMC ഒരു ഘടകമാണ്. TMC കോൺഗ്രസുമായിട്ട് ഒരു അലയൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബംഗാളിൽ. അങ്ങനെയുള്ള നീക്കുപോക്കുകൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിക്ക് സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അതിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് എന്തെങ്കിലും? ഇലക്ഷൻ കമ്മീഷനിൽ വലിയ സമ്മർദ്ദവും വലിയ കാര്യങ്ങളും ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്തിന് ചേർന്ന ഒരിക്കലും വളരെ സ്വതന്ത്രമായി, ഇപ്പോൾ സ്വതന്ത്രമായി എന്ന് പറയുമ്പോൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ പോലും ആ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ ഒരു കളിപ്പാവയായി ഇലക്ഷൻ കമ്മീഷൻ മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ തീരുമാനങ്ങൾ ഗവൺമെൻറ്റിന് മാത്രം എടുക്കാൻ സാധിക്കും, പ്രധാനമന്ത്രിക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ചീഫ് ജസ്റ്റിസിനെ പോലും അതിൽ നിന്ന് മാറ്റിയത് ഒരുപാട് ദുരൂഹതകൾ വർദ്ധിപ്പിക്കുന്നു. അത് നമ്മുടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഇലക്ഷനിൽ എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്? അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ മറ്റൊന്നുമല്ല, എല്ലാവരും വോട്ട് ചെയ്യാനെത്തണം. നിങ്ങളുടെ അധികാരം ജനാധിപത്യ പ്രക്രിയയിൽ നിങ്ങൾ ഏർപ്പെടണം. അതിൽ ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരത നിലനിർത്താനും ഈ രാജ്യത്തിൻ്റെ സെക്യുലർ ഫാബ്രിക് നിലനിർത്താനും ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങൾ ഇനിയും തകരാതിരിക്കാനും കോടിക്കണക്കിന് വരുന്ന കർഷക തൊഴിലാളികളും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സമൂഹത്തെയും അവർ മുന്നോട്ട് വരണമെങ്കിൽ കോൺഗ്രസും അധികാരത്തിൽ വരണമെന്ന വ്യക്തമായ ബോധ്യം പോലെ തന്നെ സംസ്ഥാന സർക്കാർ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു. അതിനുമെതിരെ ഒരു വലിയ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ പറ്റിയ ഒരു സുവർണ അവസരമാണ്.
ഇതാണ് എനിക്ക് പറയാൻ. എറണാകുളത്ത് ഹൈബീഡൻ തോൽക്കുമെന്ന് ആരും കരുതുന്നില്ല. എന്നാൽ ഒരു കാര്യം മാത്രമാണ് നമ്മൾക്ക് ചിന്തിക്കാനുള്ളത്. 1,70,000 വോട്ടാണ് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം. ഇത്തവണ അതിൽ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.